പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ,
സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭജന നമുക്ക് നിർദ്ദേശം എന്താ അറിയാമോ? നിങ്ങളുടെ ആവശ്യ സമയത്ത് വാഗ്ദാന പേടകത്തെ സമീപിക്കണം. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു, പുതിയ നിയമത്തിൽ അങ്ങനെയാണ്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടക ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ സമീപിക്കണം. ഈശോ സമീപിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഈ വരുന്ന 10 ദിവസങ്ങൾ പറയാൻ പോണത്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതിൻ്റെ അടിസ്ഥാന വചനം ഏതാണ്? ഹെബ്രായർ 4:16 വായിച്ചേ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ വേണ്ട സമയത്ത് നമുക്ക് എന്താണ്? കരുണ കിട്ടണം. പിന്നെ എന്ത് കിട്ടണം? കൃപ കിട്ടണം. അപ്പം ഈ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മാതാവിനെ, ദൈവത്തിൻ്റെ കരുണ നമുക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഈ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഈ 10 ദിവസം പറയണത്. 4:16 ഹെബ്രായർ. എന്താ അത് പറയണത്? വേണ്ട സമയത്ത് കരുണയും കൃപാവരവും പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ. കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 2 കൊറിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഇപ്പൊ എന്താ വിഷയം എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ, 8855 വാഗ്ദാനങ്ങളാണ് ദൈവം മനുഷ്യർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഈ സകല വാഗ്ദാനങ്ങളിൽ A to Z കാര്യങ്ങളുണ്ട്. കൃപയുടെ സിംഹാസനം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മുഴുവൻ വാഗ്ദാനങ്ങൾ 4000 കൊല്ലമെടുത്ത് വെളിപ്പെടുത്തിയ ദൈവവചനത്തിലെ 8855 വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ എന്താണ്? അതേ തന്നെയാണ്. അപ്പം ക്രിസ്തുവിനെ നമ്മൾ ഈ ദിവസം നോക്കാൻ പോണത് എന്താണ്? ക്രിസ്തുവിനെ, സകല വാഗ്ദാനങ്ങളുടെയും സിംഹാസനമായ ക്രിസ്തുവിനെ സമീപിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ഓരോ വഴികളാണ് അവലംബിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുക. അപ്പോൾ വാഗ്ദാന പേടകം നിലയിലെ ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികൾ എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മൾ അതിനുവേണ്ടി ഉടമ്പടി ഉപയോഗിക്കണത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉടമ്പടി ഉപയോഗിക്കുന്നത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. അതൊരു ദൈവാന്വേഷണമാണ്. പിന്നെ എന്താണ് കാര്യം? അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം ജനിക്കും, വളരും നമ്മുടെ വിശ്വാസം. പിന്നെ നമ്മൾ ആതുര സേവനം ചെയ്യും. ഇന്നലെ എന്ത് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു ദിവസം 50 പൊതിച്ചോറ് എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി രോഗികൾക്ക് കൊടുക്കും. എല്ലാ ദിവസവും അത് ചെയ്യണില്ല. എല്ലാ ദിവസവും ചെയ്താൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ല. ചിലപ്പോൾ അല്ലെങ്കിൽ അത്ര കോടീശ്വരന്മാരായിരിക്കണം നമ്മൾ. അങ്ങനെയല്ല. അവർ പറയണത്, എനിക്കൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 50 പൊടി പൊതിച്ചോറ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പക്ഷേ ഇത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ ഈ പറഞ്ഞ വചനമാണ്. എന്താണ്? 11:6 ഒന്നിന് വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസം. അപ്പം ഇപ്പം ഇതിൻ്റെ വിഷയം വിശ്വാസത്തെ നമ്മൾ
പ്രവൃത്തി കൂടെ അതിനെ ചേർക്കുകയാണ്. യാക്കോബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതെ. അപ്പം നമ്മളെ ചില വിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചുമ്മാ വിശ്വസിക്കുക, ഞങ്ങൾക്ക് വിശ്വസിക്കുക മാത്രം ചെയ്യും. പക്ഷേ വിശ്വാസം തന്നെ 2 തരമുണ്ട്. സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള നിർജീവ വിശ്വാസമല്ല, സജീവ വിശ്വാസമാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് അതിൽ ആതുര സേവനമുണ്ട്, വചന വായനയുണ്ട്. ഇതെല്ലാം ഈ ഹെബ്രായർ 11:6 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനുള്ള വഴികളാണ്. അതൊരു വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികളാണ് ഉടമ്പടിയിലുള്ള പരസ്യ പ്രവൃത്തികളും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വചന വായനയും അതിൻ്റെ ഉള്ള എല്ലാ ആത്മീയ അഭ്യാസങ്ങൾ. അപ്പോൾ ആ ഒരു ദൈവാന്വേഷണമാണെന്നുള്ള ബോധത്തിൽ വേണം നമുക്കത് ചെയ്യാൻ. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ പുണ്യഭൂമിയിൽ വന്ന് നിന്ന് എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ യേശു അപ്പയോടും അമ്മയോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീകല. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണിത്. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അമ്മയോടൊപ്പമാണ് ഞാൻ എൻ്റെ ജീവിതം ഇനി മരണകാലം വരെ തുടരുന്നത്. സെപ്റ്റംബർ 9 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് ഞാൻ അമ്മയെ പരിചയപ്പെടുന്നത്, അമ്മ എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ഫോണിൽ അവിചാരിതമായിട്ട് സാക്ഷ്യങ്ങൾ കാണാനിടയായി. സാക്ഷ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. ആ സാക്ഷ്യത്തിൽ പത്രത്തിൻ്റെ കാര്യം പറയുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്കൊരു പത്രം കിട്ടിയിരുന്നെങ്കിലെന്ന്, ഒരു കൃപാസന പത്രം കിട്ടിയിരുന്നെങ്കിലെന്ന്. അന്ന് തന്നെ ഞാൻ മനസ്സിൽ രാവിലെ വിചാരിച്ചു. അന്ന് വൈകിട്ട് തന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് ഒരാളിൽ നിന്ന് പത്രം കിട്ടി. അപ്പം ഞാൻ കൊതിയോട് കൂടി ആ പത്രം മുഴുവൻ അതിനകത്തെ സാക്ഷ്യങ്ങൾ വായിച്ചു. പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ കൃപാസനം എന്ന് പറയുന്നത് ഈ വായിച്ചുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ആ ഉടമ്പടിയിലൂടെ ആണ് ഞാനിങ്ങനെ മുന്നോട്ട് വരുന്നത്. ഞാൻ 2 സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു പനി വന്നു. ആ പനി വന്നിട്ട് ഞാൻ പനി വന്ന് 2023 മുതൽ നമുക്ക് കിട്ടിയ ഉടമ്പടിയുടെ വിശുദ്ധ തൈലവും ഉപ്പുമാണ് എൻ്റെ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളത്. രാവിലെ പ്രാർത്ഥനയ്ക്ക് മുൻപ് തന്നെ ഉടമ്പടി തൈലം കുരിശു വരച്ച് ഉപ്പിൻ്റെ വെള്ളം വിശ്വാസ പ്രമാണം ചൊല്ലി കുടിച്ചിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പനി വന്നു. ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിൻ്റെ വെള്ളവും കുടിച്ചു. ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് പനിയൊക്കെ മാറി. പക്ഷേ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം. എനിക്കൊന്നും വീട്ടിൽ ജോലി ഒന്നും ചെയ്യാൻ വയ്യ. അപ്പം ഞാൻ കിടക്കുവാണ്. കിടന്ന് ചൊവ്വാഴ്ചത്തെ ഒരു ധ്യാനം കിടന്നുകൊണ്ട് കാണുക. അപ്പം രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, പനിയായിട്ട് കിടക്കുന്ന ഒരു രോഗിയെ യേശുവപ്പ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അപ്പാ എനിക്ക് ഈ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ടുള്ള ക്ഷീണം മാറ്റി എന്നെ തുടരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് എടുത്തില്ല, 5 മിനിറ്റിനുള്ളിൽ എൻ്റെ ശരീരത്തു നിന്ന് എല്ലാ രോഗങ്ങളും അഴിച്ച് ചാടിയാണ് കട്ടിൽ നിന്ന് എഴുന്നേറ്റത്. എനിക്ക് ഭയങ്കര അത്ഭുതം. അത്രയും ദിവസം കിടന്ന് എനിക്ക് രോഗങ്ങളെല്ലാം എൻ്റെ ശരീരത്തു നിന്ന് മാറി. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വലിയൊരു സങ്കടകരമായൊരു അവസ്ഥയുണ്ടായി. ഞങ്ങൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കുള്ള 4 അടി വഴിയേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
ഞങ്ങളുടെ വീടിനോട് ചേർന്ന് മറ്റൊരാളുടെ സ്ഥലത്ത്, അതായത് വലിയ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മതിലിനോട് ചേർന്നാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ ഹരിതകർമ്മസേന കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിലെ പണിയാനുള്ള സാധനം എല്ലാം അവിടെ ഇറക്കിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെയാണ് കട്ടയൊക്കെ ഇറക്കി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് കൃഷി ചെയ്യേണ്ട സമയമായി. അവരവിടെ അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ നാളെ തൊട്ട് കൃഷി അവിടെ ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ വിഷമിച്ചു, ദൈവമേ എന്ത് ചെയ്യും അമ്മേ, ഇത് വാർക്കണമെന്നുണ്ടെങ്കിൽ അത് ആ മെഷീനൊക്കെ കൊണ്ട് അവിടെ വന്നിട്ടാണല്ലോ ഇത് വാർക്കേണ്ടത്, യാതൊരു നിവൃത്തിയില്ലല്ലോ, എന്ത് ചെയ്യും? മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. 4 അടി വഴിയുള്ളൂ, അതുവഴി നോക്കിയിട്ട് കോൺട്രാക്ടർ പറഞ്ഞു അതുവഴി ഒന്നും മെഷീൻ കയറി വരത്തില്ല. ആ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച്, അമ്മേ എന്തെങ്കിലും ഒരു വഴി കാണിക്കമ്മേ, ഇത് വാർക്കണമല്ലോ. പിറ്റേ ദിവസം കോൺട്രാക്ടർ വന്ന് പറഞ്ഞു, അപ്പോൾ ഈ പണിയുന്ന പെരേഡ് ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ഒരു വാടകയ്ക്ക് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം പെട്ടെന്ന് കോൺട്രാക്ടർ പറഞ്ഞു, ഒരു കാര്യം ഈ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തുകൂടി നമുക്ക് മെഷീൻ കയറ്റി നമുക്ക് ആ പറമ്പിലെത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറമ്പെന്ന് പറയുമ്പം വീടിനോട് ചേർന്നുള്ള പറമ്പാണ്. പക്ഷേ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥന് നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. ആ പറമ്പിലെ ഒരു സാധനങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹത്തെ വളരെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മെഷീൻ കൊണ്ടിടാമെന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മെഷീൻ കൊണ്ട് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ, ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പിറ്റേ ദിവസം പണിക്കാർ വന്ന് പെട്ടെന്ന് തന്നെ അവിടെ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അവിടെ വെറും സ്ഥലമല്ല, വാഴ, ചേന, ചേമ്പ് അങ്ങനെയുള്ള കൃഷികളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്ന് ഞാൻ കണ്ടില്ല, ഞാൻ അകത്തായിരുന്നു. അപ്പോൾ ഈ വാർക്കുന്നവർ വന്ന് ഇതെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. ആ പറമ്പിൽ നിന്ന് കൊടി നിൽക്കുന്ന കമ്പുകളുണ്ടായിരുന്നു, വാഴയുണ്ടായിരുന്നു, ചേനയുണ്ടായിരുന്നു, ഇതെല്ലാം വെട്ടിക്കളഞ്ഞു. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഇവരിതെല്ലാം പെട്ടെന്ന് വെട്ടിക്കളയുക. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ നമുക്കൊരു സഹായം ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഇത് മുഴുവൻ നശിക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ മാതാവേ എന്താ ചെയ്യുന്ന, ഈ മനുഷ്യൻ വന്ന് എന്നെ വല്ലതൊക്കെ പറയുമല്ലോ, ഇതെല്ലാം നശിപ്പിച്ചില്ലേ. നമ്മുടെ ആണെങ്കിലും മറ്റൊരാൾ നശിപ്പിക്കുമ്പം നമുക്കിഷ്ടമല്ലല്ലോ. അപ്പം വാർക്ക പകുതിയായി കഴിഞ്ഞപ്പം ഈ മനുഷ്യനവിടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഇച്ചിരി ഈ വാഴയൊക്കെ വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു. അപ്പോൾ എടുത്ത് പോയി എന്നോട് പറയും, എന്തിനാണ് ക്ഷമിക്കുന്നത്, നമ്മളൊക്കെ പോകുമ്പോൾ 6 അടി മണ്ണല്ലേ കൊണ്ടുപോകുന്നുള്ളൂ, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലാണ് വന്നത്. അവിടെ അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വാർക്കയുടെ 3-4 കഴിഞ്ഞ ജൂലൈയിലായിരുന്നു മഴയുടെ ശരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ മഴയുടെ ഇടയ്ക്കാണ് വാർക്കാവെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ ഒരു ദിവസത്തേക്ക്, എൻ്റെ വാർക്കയുടെ ഒരു ദിവസത്തേക്ക് നീ മഴ മാറ്റി തരണം, ഭൂപ്രകൃതിയുടെ പ്രപഞ്ച മാതാവല്ലേ, എൻ്റെ കൂടെ നിൽക്കണം അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വാർക്കുന്ന 3 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി. എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് അമ്മയുടെ പ്രാർത്ഥന തന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ ഇന്ന് മഴ പെയ്യിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ നല്ല മഴക്കാറായിരുന്നു. അപ്പം ഞാൻ ആ വാർക്കുന്ന വീടിൻ്റെ വാതിൽക്കൽ നിന്ന് കരയാണ്, അമ്മ ഒരു കാരണവശാലും മഴ പെയ്യരുത്, ഈ വന്നതുപോലെ തന്നെ പോകണം. അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരെല്ലാം ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യും, വാർക്കയല്ല, ഇത്രയും വലിയ മഴ വരുന്നു, എങ്ങനെ ഇത് വാർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ ഞാൻ ആ വാതിൽക്ക് നിന്ന് കരയാണ്, അമ്മ അത്ഭുതം കാണിക്കേ, അമ്മ എനിക്ക് വേണ്ടി സഹായിക്കുക, മഴ പെയ്യരുത്. അത്ഭുതം എന്ന് പറയട്ടെ, ആ മഴ വന്നതുപോലെ തന്നെ പോയി. അപ്പോൾ അയൽവക്കാരിൽ എന്നോട് ചോദിച്ചു, എന്തിനാ ഇവിടെ നിന്ന് കരയുന്നത്, സന്തോഷിക്കേണ്ട സമയമല്ലേ, എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, അമ്മയുടെ ആ ഒരു സ്നേഹം, എന്നെ സഹായിച്ച ആ ഒരു സ്നേഹത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഏത് ദുർഘട സന്ധിയിലും എൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെരപണി കാരണം സാമ്പത്തികമായിട്ട് നല്ല കഷ്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവമാണ്. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് 2 സംഘത്തിൽ നിന്ന് 25,000 വെച്ച് 50,000 രൂപ അടയ്ക്കണമായിരുന്നു. അത് മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് ആ സംഘത്തിൽ അടച്ചിട്ട് ആ സംഘക്കാർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം മസ്റ്റായിട്ടും ഞായറാഴ്ച തന്നെ അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ മോൻ്റെ വിദ്യാഭ്യാസ ലോണ് ഞാൻ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടച്ചപ്പം ആ ലോൺ എനിക്ക് തിരിച്ച് ബാങ്കിൽ നിന്ന് മോൻ്റെ അക്കൗണ്ടിലേക്ക് വീഴും. അപ്പോൾ ആ പൈസ എടുത്തിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ആ സമയമായപ്പം ആ എഡ്യൂക്കേഷൻ പേപ്പറിൻ്റെ എന്തോ ഒരു താമസം വന്നു.
അപ്പോൾ അത് കാരണം കൃത്യസമയത്ത് മോൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വീണില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചവരെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ ചോദിച്ച പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി, അമ്മ എന്നെ ഒന്ന് രക്ഷിക്കുക, എന്തെങ്കിലും അമ്മ അത്ഭുതം കാണിക്കുക, എനിക്ക് ആരോടും ചോദിക്കാനില്ല, ഞാൻ ഈ പെരപണിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോരുത്തരോട് കടം മേടിച്ചതല്ലേ, ഇനി എനിക്ക് ആരോടും ചോദിക്കാനില്ല, അമ്മ എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സംഘത്തിലെ എൻ്റെ പരിചയക്കാരി ചേച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, പൈസയൊക്കെ ആയോ സംഘത്തിലടയ്ക്ക്? ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ കലക്കൊച്ചിന് വേണ്ടിയിട്ട് ഞാനൊരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്, അത് അടുത്ത ഓണം ആകുമ്പോഴത്തേക്കിന് തിരിച്ച് കൊടുത്തേച്ചാൽ മതി, ഞാൻ തിരിച്ച് മേടിച്ച് സംഘത്തിൽ അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയൊരു അമ്മയോട് ഞാൻ 100 നന്ദി പറഞ്ഞു. അമ്മേ, ഈ അവസാന ഘട്ടത്തിൽ അമ്മ എന്നെ സഹായിച്ചല്ലോ. പിന്നെയും ആശ്വസിക്കാറായില്ല, അടുത്ത ഒരു സംഘവും കൂടെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൊടുത്തേ പറ്റൂ. ഞാൻ ശനിയാഴ്ച ഒരു 8 മണി വരെ ഒന്നും കിട്ടിയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും അത്ഭുതം നീ കാണിക്കുക, എനിക്ക് ആരോടും ചോദിക്കാനൊന്നും ഇല്ലല്ലോ. 8:30 എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു. അത് പൈസയ്ക്കൊന്നുമല്ല വിളിച്ചത്, അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എന്നോട് ചോദിച്ചു, പൈസ അടയ്ക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്, നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നില്ലേ ഈ ഞായറാഴ്ച ക്ലോസ് ചെയ്യണമെന്നുള്ളത്? ഞാൻ പറഞ്ഞില്ല, പൈസയൊന്നും ആയില്ല. എന്തിനാ വിഷമിക്കുന്നത്, എൻ്റെ പൈസയുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, പൈസയുള്ള ഒരാളല്ല എന്നോട് അങ്ങനെ പറഞ്ഞത്, ഒരു സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന ആളല്ല. എൻ്റെ ഈ പൈസയുണ്ട്, ഞാൻ നാളെ വീട്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഞാൻ വീട്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് എനിക്ക് ആ പൈസയും അടയ്ക്കാൻ പറ്റി. എനിക്ക് അതെൻ്റെ അഭിമാനമാണ് രക്ഷിച്ചത്. അമ്മ മാതാവ് എൻ്റെ അഭിമാനമാണ് രക്ഷിച്ചത്. തീർച്ചയായിട്ടും അമ്മയെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ആപൽഘട്ടത്തിലും അമ്മ നമ്മെ സഹായിക്കും. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോസഫച്ചൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം വളരെ ശക്തിയുള്ള ധ്യാനമാണ്. അന്ന് തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് തന്നെ എനിക്ക് വിദ്യാഭ്യാസ ലോണിൻ്റെ പേപ്പർ റെഡിയായി, മോൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് വന്നു. അമ്മ മാതാവ് അങ്ങനെ എന്നെ സഹായിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ പത്രം കൊടുക്കുന്നത്, ഞാൻ പത്രം വാങ്ങി പത്രത്തോടൊപ്പം തന്നെ ഇവിടുന്ന് ലോക്കറ്റും കൂടെ വാങ്ങിക്കൊണ്ട് പോകും. പത്രത്തിൻ്റെ കൂട്ടത്തിൽ ലോക്കറ്റ് കൊടുക്കും. ഓരോ പ്രാവശ്യവും വേറെ വേറെയായിട്ടാണ് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം പത്രത്തിൻ്റെ കൂട്ടത്തിൽ ലോക്കറ്റ് കൊടുത്ത് എങ്കിൽ അടുത്ത പ്രാവശ്യം പത്രത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ വചനങ്ങൾ എഴുതും. എല്ലാ പത്രത്തിലും വചനങ്ങൾ എഴുതി. അതുപോലെ തന്നെ വെറുതെ പത്രം കൊടുക്കുമല്ല, എനിക്കുണ്ടായ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെയാണ് ഞാൻ അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കുന്നത്. പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായം എന്നെക്കൊണ്ടാവുന്നത് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രായമുള്ള ചേട്ടനെ സ്ഥിരമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആരും ഇല്ലാത്തവർക്ക് അവർ രോഗിയൊക്കെ ആയിരിക്കുമ്പോൾ തുണികളൊക്കെ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ രോഗികളുടെ തുണികളൊക്കെ നനച്ച് കൊടുക്കും. പിന്നെ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധ തൈലവും ഉപ്പും കൂടെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ പോകും. ഞാൻ വീട്ടിൽ പോയിട്ട് ഏത് രോഗികളാണോ അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഉപ്പിൻ്റെ വെള്ളവും കൊടുക്കും. ഇത്രയും നാളും ചെയ്തതിൽ എനിക്ക് അഭിമാനകരമായിട്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. അമ്മയാണെങ്കിൽ എല്ലാ രോഗവും ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ വരെ മാറി. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ആൾക്കാർ പിന്നീട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ ഒത്തിരി പേരെ ഞാനിവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട്. എല്ലാവർക്കും അമ്മയുടെ ഞാൻ ആർക്കൊക്കെ പത്രം കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ തന്നെയും ഇവിടെ കൃപാസനത്തിൽ വരുമ്പോഴൊക്കെ തന്നെയാണേലും അപരിചിതരെയാണേലും കാണുമ്പോൾ അവരോട് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വളരെ അത്ഭുതമാണ്. അവർ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ തീർച്ചയായിട്ടും ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. പിന്നെ ആരൊക്കെ ആവശ്യങ്ങൾ പറയുന്നുണ്ടോ ഞാൻ അതെല്ലാം പേപ്പറിനകത്ത് എഴുതിയിട്ടിട്ട് ബൈബിളിനകത്ത് വെക്കും. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ആദ്യം ഇവർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടിയാണോ എന്തൊക്കെ ആവശ്യങ്ങളാണോ രോഗസൗഖ്യങ്ങളാണോ അതെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഏത് പ്രശ്നം വന്നാലും നമുക്ക് ഒരു കുഴപ്പവുമില്ല, മാനസികമായിട്ട് നല്ല സന്തോഷം. ഇവിടെ ഇരിക്കുന്ന എത്ര ദുഃഖമുള്ളവരാണെങ്കിലും 100% നമുക്ക് ഉറപ്പിച്ച് പറയാം, നമ്മുടെ അമ്മയും അപ്പയും നമ്മളെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ കരകയറ്റും. ഞാനിനി എൻ്റെ മരണകാലം വരെ ഈ ഉടമ്പടിയുടെ കൂട്ടത്തിലായിരിക്കും. എൻ്റെ ഇനി 9ാമത്തെ ഉടമ്പടിയാണ്, പുതുക്കാൻ പോകുന്നു 10ാമത്തത്. തീർച്ചയായിട്ടും ജീവിത അവസാനം വരെ ഞാൻ എൻ്റെ അപ്പായുടെയും അമ്മയുടെയും കൂട്ടത്തിലായിരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണം ഇവിടെ സ്ഥിരീകരിക്കണമെന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതം, പിന്നെ ജപമാല എനിക്ക് ആദ്യം വായിക്കാൻ അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരു കൂട്ടുകാരി എനിക്ക് ജപമാല പുസ്തകം തന്നു. അങ്ങനെ എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ബൈബിൾ വായന എല്ലാ ദിവസവും ഉണ്ട്. എനിക്ക് ഏതൊരു കാര്യമാണെന്ന് പറഞ്ഞാലും, ഇപ്പം വീടിൻ്റെ തന്നെ കോൺട്രാക്ടറെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ എല്ലാം പേര് പേപ്പറിനകത്ത് എഴുതിയിട്ട് അമ്മയോട് അനുവാദം ചോദിച്ചു. അമ്മ, എനിക്ക് നീ ആരുടെ പേരാ തരുന്നത്, ഞാൻ ആരെ എടുക്കണ്ടേ? അങ്ങനെ ഞാനും അതിനകത്തുനിന്ന് പേപ്പർ എടുത്ത് അമ്മയ്ക്ക് പ്രാർത്ഥിച്ചെടുത്തു. അതുപോലെ തന്നെ അത് എനിക്ക് 100% ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി വേറൊരു കൂട്ടുകാരിയെ കൊണ്ടുകൂടെ പ്രാർത്ഥിച്ചിട്ടെടുപ്പിച്ചു. ആ ആളിനെ തന്നെ കിട്ടി. അങ്ങനെ ആ ആളിനെയാണ് കോൺട്രാക്ടറായിട്ട് ഞാൻ എൻ്റെ വീട് പണിക്ക് ഏൽപ്പിച്ചത്. അങ്ങനെ എല്ലാ കാര്യവും അമ്മയോട് ഞാൻ ചോദിക്കും, അപ്പായോടും അമ്മയോടും ചോദിച്ചിട്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. പിന്നെ ഞാൻ എവിടെ പോയാലും ഈ മാല എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോവുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നിടം വരെ ജപമാല നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ എവിടെയാണെങ്കിലും ഞാൻ എവിടെയാണോ എത്തേണ്ടത് ആ എത്തുന്നിടം വരെ എപ്പോഴും എൻ്റെ കയ്യിൽ ജപമാല കൊന്തമാല ഉണ്ടായിരിക്കും. അപ്പം നമ്മളെല്ലാം രക്ഷിക്കാനായിട്ട് ജീവനുള്ള അമ്മയാണ് ഇവിടെയുള്ളത്. ആ അമ്മയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു വിഷമവും ഉണ്ടാകത്തില്ല. എല്ലാത്തിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് 100% സാധിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വിളിക്കുന്നവന് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സഹായത്തിന് ആരുമില്ല എന്ന് തോന്നുമ്പോഴും, പ്രാർത്ഥനകൾ ശൂന്യമായി തോന്നുമ്പോഴും, വ്യർത്ഥമാണെന്ന് കരുതുമ്പോഴും, നിരാശയിൽ നിൽക്കുമ്പോഴും വചനം പറയുന്നത് ദൈവത്തെ വിളിക്കുക. ദൈവം ഒരിക്കലും അവഗണിക്കുകയല്ല നമ്മളെ. നമ്മൾ ഉടമ്പടിയിലാണ്. കഷ്ടതയിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. വചനം പറയുന്നത് കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെ ഉണ്ടാകുമെന്നാണ്. നീ എന്ത് കഷ്ടതയിൽ നടുവിലായിരുന്നാലും, ഒരു പക്ഷേ രോഗമാവാം, ചികിത്സയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കടബാധ്യതകളോ ആവാം, ബന്ധങ്ങളിലെ തകർച്ചകളാവാം, മാനസിക സമ്മർദ്ദങ്ങളാവാം, എന്തു തന്നെ ആയാലും ദൈവം പറയുന്നത് നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ്. രക്ഷയും മഹത്വവും ദൈവത്തിൻ്റെ കയ്യിലാണ്. വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവമഹത്വത്തിൻ്റെ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ശ്രീകല നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ ആദ്യമായി പരിശുദ്ധ അമ്മയെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റിയും യൂട്യൂബിൽ കൂടി അറിയുകയും പിന്നീട് ഒരു കൃപാസനം പത്രത്തിനായി ആഗ്രഹിച്ചപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം പരിശുദ്ധ അമ്മ തന്നെ ഒരു കൃപാസനം പത്രം ഈ മകളുടെ കയ്യിൽ കൊടുക്കുകയാണ്. പിന്നീട് അത് വളരെ ഈ മകൾ പറയുന്നത് വളരെ കൊതിയോടുകൂടെ ഞാൻ ആ പത്രം വായിച്ചു എന്നാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രങ്ങളും എത്രയോ പേരെ എത്രയോ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. അങ്ങനെ ആരാണോ എങ്ങനെയാണോ കൊടുത്ത ആ പത്രം അത് കൊതിയോടെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു, വായിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം ഒരു കോയിൻസിഡൻറ്റ് പോലെ ഒരു സഹോദരി വിളിക്കുകയും ചേച്ചി തന്നെ വിളിക്കുകയും കൂട്ടുകാരി വിളിക്കുകയും കൃപാസനത്തേക്ക് ഞാൻ പോകുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത്. നമ്മുടെ ഒരു ചെറിയ ആഗ്രഹമാണ് അമ്മ അതറിയുന്നത്. ആരാണെന്ന് നോക്കുന്നില്ല അമ്മ. നമ്മൾ ചെറിയ കൊച്ചു ആഗ്രഹങ്ങൾ മനസ്സിൽ വന്നാൽ പോലും അമ്മ അത് ഏറ്റെടുക്കുകയാണ്. ഒരു പത്രത്തിനായി ആഗ്രഹിച്ചപ്പോൾ പത്രം കൊടുത്തു. പിന്നീട് അമ്മയുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു കൂട്ടുകാരിൽ കൂടെ ആ ആഗ്രഹം നടത്തി കൊടുത്തു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സ്ത്രീകൾ ആദ്യമായിട്ട് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഉടമ്പടിയിലൂടെയാണ് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. ഇത് 3ാമത്തെ സാക്ഷ്യമാണ്. പനി പിടിച്ച് രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ
പനി മാറി, പക്ഷേ ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ ഒരു ദിവസം ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, പനിയായിട്ട് കിടക്കുന്ന ഒരു രോഗിയെ യേശുപ്പ സുഖപ്പെടുത്തുന്നുവെന്ന് ഈ സഹോദരി കേൾക്കുവാനിടയായി. അപ്പോൾ തന്നെ 12 ദിവസമായി കിടപ്പിലായിരുന്ന ഈ സഹോദരി പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. അത് പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിനായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. അതും ഈ മകൾ പറഞ്ഞത്, ഒരു അടുത്തുള്ള ഒരു സഹോദരന് വഴിക്ക് വേണ്ടിയിട്ട് അതൊരിക്കലും കൊടുക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചാണ് ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു കൃഷി സ്നേഹിയായ ഒരു നെയ്ബറാണ്, ഒരു അയൽക്കാരനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ വ്യക്തിയോട് ചെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ്റെ മറുപടിയും വളരെ അത്ഭുതകരമാണ്. എന്ന് വെച്ചാൽ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഏത് കാര്യത്തിലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതെല്ലാം നികത്തി കൊടുക്കുന്ന ഒരമ്മയാണ്, അമ്മയുടെ മധ്യസ്ഥതയാണ് നാം കാണുന്നത്. ഈ മകൾക്കൊരു വഴിയൊരുക്കി കൊടുക്കുകയാണ്. ഒരിക്കലും ഒരു ചെടി പോലും ഒരു ചെടി പോലും നശിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് ആ സഹോദരൻ. പക്ഷെങ്കിൽ ഈ മകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പാടത്തെ കൃഷികളെല്ലാം നശിപ്പിച്ച് ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത്. അമ്മയുടെ ഇടപെടലിൽ കൂടെയാണ് ആ വീട് പണി എല്ലാം ക്രമീകരിച്ച് കൊടുക്കുന്നത്. വീട് പണിയുടെ സമയത്തും പ്രപഞ്ചപ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി നല്ലൊരു കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമേ എന്നും, വാർപ്പിൻ്റെ ദിവസം മഴയെ താങ്ങി നിയന്ത്രിക്കുന്ന ആ സൃഷ്ടാവിനോടാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് കൃപാസനമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രപഞ്ചപ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവം ആ മഴ പോലും ഈ മകൾക്ക് നിർത്തിക്കൊടുക്കുകയാണ്. സങ്കീർത്തനം 65:6-7 പറയുന്നത്, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനങ്ങളുടെ കലഹവും ശമിപ്പിക്കുന്നു എന്നാണ്. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവാണ് നമ്മുടെ കൂടെ. ആ സൃഷ്ടാവിൻ്റെ കൂടെയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ആ സൃഷ്ടാവ് തന്നെയാണ് നമ്മളെല്ലാ കാര്യത്തിലും നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ കാത്തു പരിപാലിക്കുന്നതും. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ചില സമയത്ത് അനിശ്ചിതത്വമായ സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ അവിടെയെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. ഒന്നിനും നമ്മെ തകർക്കാനാവില്ല. എല്ലാ കാര്യത്തിനും സഹിക്കാനുള്ള ശക്തിയും ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള അമ്മ നമുക്ക് കൂടെ നിന്ന് നമുക്ക് തരികയാണ്. കഷ്ടതയിൽ കൂടെ നടന്നു പോയ ഒരു അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ച ആ അമ്മ തന്നെയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. ആ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സ്ത്രീകളിലേക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 68ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് പിറവത്തു നിന്നുള്ള ടോണിയ എന്നൊരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ടോണിയ എന്നാ സാബു. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒരു അസാധാരണമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഒരു പുതുതലമുറയിൽപ്പെട്ട ഒരു മകളുടെ സാക്ഷ്യമാണ്. കാരണം ആ മകളുടെ പ്രായത്തിൽ കവിഞ്ഞ ഒരു ആധ്യാത്മിക പക്വത ഈ മകള് മരിയൻ ഉടമ്പടി വഴി കാണിക്കുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ്. ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്ത് സൂക്ഷിക്കേണ്ട ഒരാവശ്യകത എന്താണെന്ന് ഈ ടോണിയയുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കള്, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ, മരിയൻ ഉടമ്പടിയിൽ നിങ്ങളെപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെയാണ്, നിയോഗങ്ങളെയല്ല.
നിയോഗങ്ങളെയാണ് നമ്മൾ ലക്ഷ്യം വെച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നിയോഗങ്ങളുടെ മേലെ കാര്യമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടലുകൾ നിങ്ങൾ കാണാതെ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകും. പക്ഷേ നിങ്ങൾ ദൈവസ്നേഹത്തിൽ അനുദിനം ഈ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നുവെങ്കിൽ, അതുമല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ സംരക്ഷിക്കുമെങ്കിൽ ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു ആധ്യാത്മിക സ്വത്താണ്. അത്തരത്തിലുള്ളൊരു സാക്ഷ്യമാണ് ഇന്ന് ഞാൻ ഈ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത്. ഈ മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമില്ലാത്തൊരു മകളാണ്. നാട്ടിൽ നഴ്സിംഗ് പഠനമൊക്കെ പൂർത്തിയാക്കി 2 വർഷം എക്സ്പീരിയൻസുമായിട്ട് OET പാസ്സായി. അത് അമ്മയുടെ നടയിൽ നിന്ന് വന്ന് തന്നെയാണ് ആ മകൾ സാക്ഷ്യപ്പെടുത്തി പോകുന്നത്. അങ്ങനെ OET പാസ്സായി കഴിഞ്ഞ് ന്യൂസിലൻഡിലേക്ക് ക്യാപ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന, ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോകുന്ന ഒരു മകളാണ് ഈ ടോണിയ. ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യം തുടങ്ങുന്ന ഇപ്രകാരമാണ്. സോ ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനിരിക്കുന്ന ടൈമിൽ എൻ്റെ കൂട്ടത്തിൽ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് ന്യൂസിലൻഡ് വരുന്നു, ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇവർ ജോലി റിസൈൻ ചെയ്യാതെയാണ് ഇവരൊക്കെ വന്നത്, തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അവരൊക്കെ അങ്ങനെ ആ ഒരു സംഭാഷണങ്ങളിലൊക്കെ അവർ ഉൾപ്പെട്ടു. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാപ് കോഴ്സിന് ശേഷം അവിടെ ജോലി കിട്ടുമെന്ന് യാതൊരു ഉറപ്പൊന്നുമില്ല. കാരണം ന്യൂസിലൻഡിൽ ഓൾറെഡി ഇങ്ങനെ ജോബ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇവർക്ക് കാര്യമായിട്ട് ദൈവത്തെ അറിയാത്തത് കൊണ്ടും അങ്ങനെ പ്രത്യേകിച്ച് ദൈവിക മേഖലയെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെ ഒക്കെ കേട്ടണ്ടാണ് ഈ മകൾ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാനൊന്നും അവരോടൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കറിയാം ഇവരാരുമല്ല ദൈവം, ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചില്ല. അവരോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് മൗനം പാലിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എന്തൊക്കെ ജോബ് ഫ്രീസ് ആണെങ്കിലും എനിക്ക് എൻ്റെ തമ്പുരാനൊരു ജോലി തരും, എന്നെ വെറും കൈയോടെ ഒരിക്കലും നാട്ടിലേക്ക് വിടത്തില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഉടമ്പടിയിരിക്കുന്ന മക്കൾ നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത. മരിയൻ ഉടമ്പടിയിൽ രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫച്ചൻ പറയുന്ന ഒരു കാര്യമാണ്, 1, നിയോഗങ്ങളെയല്ല ദൈവത്തെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. 2, നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി അത് ഫിസിക്കൽ ഉടമ്പടി ആയിരിക്കണം. അപ്പോൾ ഫിസിക്കൽ എന്നൊരു വേർഡ് ബഹുമാനപ്പെട്ട അച്ഛൻ അത് എടുത്തെടുത്ത് പറയാറുണ്ട്. അതായത് എപ്പോഴും ആ ഒരു കോൺഷ്യസ്നെസ്, യു ആർ ഇൻ കവനൻറ്റ്. യൂത്ത് ഒരുപാട് മക്കളെ ഞാൻ ഈ പാസ് ചെയ്യുമ്പോഴും എന്നെ കാണാനൊക്കെ വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്, ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ മക്കൾ, ഈ ഉടമ്പടി സാക്ഷിയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയവർ അവിടെ ചെല്ലുമ്പോൾ ഈ ഉടമ്പടി മറന്ന് ജീവിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അതെ, ഇവിടെയാണ് ഈ ടോണിയയുടെ സാക്ഷ്യം വ്യത്യസ്തമാകുന്നത്. ടോണിയ പറയുന്ന പ്രകാരമാണ്, ഈ മകളൊരു ഫിസിക്കൽ ഉടമ്പടിയിലാണ്. ഇവിടെ നിന്ന് ന്യൂസിലൻഡിലേക്ക് ഫ്ലൈറ്റ് കയറി ചെല്ലുമ്പോൾ ആദ്യം ഈ മകൾക്ക് ഒരു ദൂതനെ ദൈവം അവിടെ ഏർപ്പാട് ചെയ്യിച്ചിരിക്കും. അതായത് ഈ മകളെ സന്ധിക്കുവാൻ. ആ ഒരു ചേച്ചി വഴിയാണ് അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം കിട്ടുകയും ഈ മകള് തുടർന്ന് ഈ ചേച്ചിയുടെ മറ്റൊരു കൂട്ടുകാരി വഴിയാണ് ന്യൂസിലൻഡിലേക്ക് പോകാൻ, ഇവിടെ നിൽക്കുന്നതിന് പകരമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് അപേക്ഷിച്ച നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം കേൾക്കുന്നതും. അങ്ങനെ ഈ മകൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അവിടെയും ഒരു ദൂതനെ ദൈവം ഏർപ്പാട് ചെയ്യുന്നു. ഒരു കസിനെയാണ്, ആ കസിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ അവരൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മകൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി അടക്കമുള്ള കാര്യം, അക്കോമഡേഷൻ അടക്കം കിട്ടുന്ന ഒരു സമയ സാക്ഷ്യമാണിത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞതുപോലെ, ഒന്നാമതായിട്ട് ഈ മകൾ ഫിസിക്കൽ ഉടമ്പടിയിലാണ്. ന്യൂസിലൻഡിൽ ഈ മകൾ പറയുന്നുണ്ട്, -डिग्री തണുപ്പിലോട്ടൊക്കെ പോകുന്ന സമയത്ത് 5 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താലുള്ളൂ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ 150 കൃപാസനം പത്രം വരെ ഈ മകൾ ആ ഒരു ചുരുങ്ങിയ സമയത്തുള്ളിൽ ന്യൂസിലൻഡിൽ ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പത്രം തീർത്തു എന്നാണ്. അത് ഞാനൊരു മരിയൻ മിഷണറിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ഹൈലൈറ്റ് ഫിസിക്കൽ ഉടമ്പടിയിലാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു തെളിവാണിത്. രണ്ടാമതായിട്ട് ഈ മകൾ ജാക്കോബൈറ്റ് വിശ്വാസിയാണ്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ബൈബിള്, കൊന്ത, കാശുരൂപം. അപ്പം ഞാൻ യാക്കോബായ വിശ്വാസി ആയതുകൊണ്ട്
ഞാൻ കൊന്ത എത്തിക്കാനൊക്കെ ആ സമയത്താണ് പഠിച്ചത്. ജാക്കോബൈറ്റ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ പ്രാർത്ഥന വേറെ പ്രാർത്ഥനയാണ്. കത്തോലിക്ക വിശ്വാസികളാണ് സാധാരണയായിട്ട് സായാഹ്നത്തിൽ കുടുംബമായി ഒന്നിച്ച്, മാർപ്പാപ്പന്മാരൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഒരുപാട് കാലഘട്ടങ്ങളിൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ആക്കണം ജപമാല എന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാർപ്പാപ്പന്മാർ ഔദ്യോഗിക രേഖകളിലൂടെ പുറത്തുവിട്ടത് ഇത് സഭയുടെ ഫാമിലി പ്രെയറാണെന്ന്. അതെ, കുടുംബം ഒന്നിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തെ ഒരു തിന്മയും വിഴുങ്ങുകയില്ല. അത് ഒരു സാക്ഷ്യങ്ങളല്ല, അനേകായിരം സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് എപ്പോഴും പറഞ്ഞു വിടാറുണ്ട്. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ഈ ഉടമ്പടി അനുധാരികൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, അതായത് വൈകിട്ടത്തെ സായാഹ്ന പ്രാർത്ഥന അത് ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിങ്ങൾ പച്ചത്തിരി കത്തിച്ച് വെച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ചെല്ലേണ്ടത് എന്ന്. അപ്പോൾ ഈ മകൾ അത് എടുത്തു പറയുന്നുണ്ട്, ഞാൻ ജപമാല പ്രാർത്ഥന പഠിച്ചു, അത് ചെല്ലാൻ തുടങ്ങി. അതായത് അമ്മയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഈ ന്യൂസിലൻഡിൽ നിന്നുകൊണ്ട് ഇതേപോലെ അവിടെ സ്കോപ്പില്ല, ജോബ് റിക്രൂട്ട്മെൻറ്റൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ഈ മകള് ഒരു ചേച്ചി വഴിയായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ട്രൈ ചെയ്യുന്നതും. അതുപോലെ തന്നെയാണ് ദൈവമായിട്ട് തന്നെയാണ് ഈ മകൾക്കൊരു അക്കോമഡേഷൻ അവിടെ താൽക്കാലികമായിട്ട് ഒരു ചാച്ചൻ്റെ അടുത്ത് അക്കോമഡേഷൻ കിട്ടുന്നതൊക്കെ. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ആ പരിശുദ്ധ അമ്മയുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതേ സൂം ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അമ്മയുടെ കാശുരൂപം, അമ്മയുടെ തൈലം പൂശിയതുണ്ട്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഈ ഓരോ ലാംഗ്വേജിലും ഈ ഉടമ്പടി തൈലം ഞാൻ പൂശിയിരുന്നു, വിശ്വാസ പ്രഖ്യാപനം. അതായത് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാത്രം എന്നെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കൂടെയുള്ള ചേച്ചി ന്യൂസിലൻഡിലെ വിസ എക്സ്റ്റെൻഡ് ചെയ്യണോ, കാരണം എക്സ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, അതെ, ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലെ അമ്മ തക്ക സമയത്ത് ഇടപെടും, എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പറ്റും. ഈ മകൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്നില്ല ന്യൂസിലൻഡിലെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു റിട്ടേൺ ടിക്കറ്റുമായിട്ട് പോയ കൂടെയുള്ള ആൾക്കാരെ. അപ്പോൾ ഈ മകളുടെ വിശ്വാസ പ്രഖ്യാപനം അതാണ്. അങ്ങനെ ഈ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ റിജക്റ്റായ ഈ മകൾ റിജക്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഈ മകൾക്ക് നാട്ടിലെ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ, ഓസ്ട്രേലിയയുടെ നോംസ് ആൻഡ് പോളിസീസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മകൾ സ്വാഭാവികമായിട്ട് റിജക്റ്റ് ആവുന്നുണ്ടെങ്കിലും ഉടമ്പടിയുടെ ബലത്തിൽ ഈ മകളെ റിജക്റ്റ് ആക്കിയ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് ഈ മകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ജോലി കിട്ടി, പിന്നെ ഈ പറഞ്ഞതുപോലെ അക്കോമഡേഷൻ ശരിയാകുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചെല്ലുന്നിടത്തൊക്കെ പള്ളികളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് മാതാവ്. ന്യൂസിലൻഡിലാണെങ്കിലും തൊട്ടടുത്ത് ഇംഗ്ലീഷ് മാസ് അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു. ഓസ്ട്രേലിയയിൽ ഞാൻ നിൽക്കണ ചാച്ചൻ്റെ വൈഫ് ആൻറ്റി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അപ്പോൾ അവിടെയൊക്കെ -ഡിഗ്രിയാണ്, കൊടും തണുപ്പത്താണ് നമ്മൾ പോകുന്നത്. തണുപ്പൊന്നും നമുക്ക് വിഷയമല്ലെന്നേ, കാരണം മാതാവ് തന്ന ജോലിയല്ലേ, ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തരുമോ, പിന്നെ നമ്മൾ മാതാവിനെ ഉപേക്ഷിക്കുമോ? ഇല്ല. എന്നിട്ട് ഈ തണുപ്പത്ത് ഞാൻ കുർബാനയ്ക്ക് പോവും, എല്ലാ സൺഡേയും പോവും, എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ നിലവിൽ ഈ മകള് പറയുകയാണ്, ഞാൻ അവിടെ ഉടമ്പടി ആഘോഷിക്കുകയാണ് ഇപ്പം. കാരണം ഇത്രയേറെ എന്നെ ഉയർത്തിയ 15-20 വർഷം പരിചയമുള്ള നേഴ്സുമാർക്ക് കിട്ടുന്ന സാലറിയേക്കാൾ ഉയർന്ന ശമ്പളത്തിലാണ് പരിശുദ്ധ അമ്മ യാതൊരു യോഗ്യതയും ഇല്ലാതെ ഒരു ചെറുപ്രായത്തിൽ 2 വർഷം എക്സ്പീരിയൻസ് മാത്രമുള്ള ഈ മകൾക്ക് ഒരുപാട് പേര് ജോലിയില്ലാതെ അവിടെ തന്നെ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇങ്ങോട്ട് വിളിച്ച് ഉയർന്ന ശമ്പളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15-20 വർഷം പരിചയമുള്ള നേഴ്സുമാർക്ക് കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ ഈ മകളെ പരിശുദ്ധ അമ്മ നേരിട്ട് പ്ലേസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് പ്ലേസ് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്ന പോലെ ഈ മകൾ ഫിസിക്കൽ ഉടമ്പടിയിലാണ്. അത് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു അവബോധം. അതുമാത്രമാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വചനങ്ങളൊന്നും പറയുന്നില്ല. സുഭാഷിതങ്ങൾ 4:23. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ നീ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതാണ് വചനം. സുഭാഷിതങ്ങൾ 4:23 എപ്പോഴും നിങ്ങൾ മനനം ചെയ്യേണ്ട ഒരു തിരുവചന ഭാഗമാണ്. ഞാനൊരിക്കൽ പണ്ടത്തെ ഒരു കൃപാസനമുണ്ട്. പണ്ടത്തെ ഒരു കൃപാസനം ഇപ്പോഴത്തെ കൃപാസനം വ്യത്യാസം എന്ന് വെച്ചാൽ, പണ്ടെന്ന് പറഞ്ഞാൽ മരിയൻ തപസ് എന്നുള്ളൊരു ധ്യാനം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമുള്ള ദിവസമാണത്. കാരണം എനിക്കിവിടെ ധ്യാന ശുശ്രൂഷ ഉണ്ട്, വചനം ക്ലാസ് എടുക്കാനുണ്ട്. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന ദിവസങ്ങളിൽ എനിക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നിലവിൽ നമുക്കറിയാം അപ്പുറത്ത് മരിയൻ ഗാർഡൻ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഇനി താമസിച്ചുള്ള ധ്യാനമൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ തലമുറയ്ക്ക് ഇനി വരാൻ പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടി. ഒരു 2012 കഴിഞ്ഞുള്ള കാലഘട്ടം മുതൽ ഈ മരിയൻ തപസ് ധ്യാനം നിൽക്കുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ധ്യാന ശുശ്രൂഷയുള്ള ദിവസങ്ങൾ താമസ ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അവസരം ദൈവപിതാവ് ഒരുക്കി തന്നു. അത്തരത്തിലുള്ളൊരു ദിവസം, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും കൂട്ടായ്മകളോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ താമസിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഇപ്രകാരം ഒരു ദിവസം ഇതേപോലെ കൃപാസനത്തിൽ ഇങ്ങനെ താമസിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്ദേശം എന്നെ തേടിയെത്തി. ആ സന്ദേശം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ പരിചയമുള്ളവരോടൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഞാനിങ്ങനെ മരിച്ച് ഒരു ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് കറുത്ത വെയിലുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഹാബിറ്റിന് എന്തുകൊണ്ടായി ബ്ലാക്ക് വെയിലാക്കിയത്. ഇത് ഓരോന്നും പരിശുദ്ധ അമ്മ ഓരോ കാലഘട്ടത്തിൽ കാണിച്ചു തന്നതനുസരിച്ചാണ് ഈ ഹാബിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ മരിച്ചു കിടക്കുകയാണ്. എൻ്റെ തലയിൽ കറുത്ത വെയിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങ് എങ്ങും എത്തിയിട്ടില്ല. എൻ്റെ ഈ ഒരു കോൺസെക്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇത് 2021 സമർപ്പിച്ച അപേക്ഷയും മേലാണ് എനിക്കിപ്പോൾ ഈ കോൺസെക്രേഷൻ കിട്ടിയത്. നീണ്ട 4 വർഷം ജെയിംസ് പിതാവ് എന്നെ വ്യക്തിപരമായി പഠിച്ചു. പിന്നെ ഫോർമേറ്ററിനെ നിശ്ചയിച്ച് എൻ്റെ ആത്മീയ അവസ്ഥകളൊക്കെ പഠിച്ച് പരിശോധിച്ച ശേഷമാണ് എനിക്ക് സമർപ്പണ കൂദാശയുടെ വലിയൊരു പ്രതിഷ്ഠ എൻ്റെ ഈ ശുശ്രൂഷ കർമ്മം നടത്തിയത്. അപ്പോൾ ഇത് ഞാൻ എങ്ങും എത്താത്തൊരു കാലഘട്ടത്തിൽ നടന്നൊരു സ്വപ്നമാണ്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. എൻ്റെ തലയിൽ കറുത്ത വെയിലുണ്ട്. അങ്ങനെ കിടക്കുന്ന ആ ഒരു ദിവസം 2 സന്ദേശം ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ നിത്യതയിലേക്ക് യാത്രയാകുന്നൊരു സ്വപ്നമാണ്. രണ്ടാമത്തെ സന്ദേശം ഇതായിരുന്നു, അത് ഇങ്ങനെ എനിക്ക് കേൾക്കാം എൻ്റെ ആത്മാവിൽ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം എവിടെയുണ്ടോ അവിടെയെല്ലാം ജീവജലത്തിൻ്റെ ഉറവകളും പുറപ്പെടുന്നുണ്ട് എന്ന്. അതെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തെ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധാനം എന്തുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? കൃപാസനൊരു ധ്യാന കേന്ദ്രമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമ്മൾ ഇതിനു മുമ്പ്, അതായത് കോവിഡിനൊക്കെ മുമ്പ് ഇവിടെ വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ വെച്ചിരുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് കൃപാസനം ദൈവാനുഗ്രഹ സന്നിധാനം എന്നാണ്. അച്ഛനൊരിക്കലും ഇത് ധ്യാനകേന്ദ്രമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്, ധ്യാനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളാണ് ഇത് റിട്രീറ്റ് സെൻ്ററാണെന്ന് പറഞ്ഞത്. പിന്നെ റിട്രീറ്റ് സെൻ്റർ ധ്യാനം നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും റിട്രീറ്റ് സെൻ്റർ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മളും ആ ഒരു നാമം ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കൃപാസനം ഒരു ധ്യാനകേന്ദ്രം അതുമല്ലെങ്കിൽ ദൈവാനുഗ്രഹ സന്നിധാനം ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയമായതുകൊണ്ട് ജീവജലത്തിൻ്റെ ഉറവകൾ ഇവിടെ നിന്ന് നിർഗളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള പല ഇടങ്ങളിലും, നിങ്ങളും പല പ്രത്യക്ഷീകരണ സന്നിധാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും. അതിൽ ലൂർദുണ്ട്, അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ തൊട്ടടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യക്തി അവിടുത്തെ താമസിച്ചിരുന്ന ഒരച്ഛനാണ് ദർശനത്തിൽ 2 ഉറവകൾ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് തന്നെ കുഴിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം കിട്ടി എന്നുള്ളൊരു നടന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ, ജീവനോടെ ഉണ്ടോ, അവിടെയെല്ലാം ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വരുന്ന മക്കൾക്ക് ഒരു സീലോഹ അനുഭവം. സീലോഹ അനുഭവം എന്ന് പറയുമ്പോൾ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റപ്പെടുന്ന ഒരു മാനസാന്തരത്തിൻ്റെ, അതുമല്ലെങ്കിൽ നമ്മളെ തന്നെ ഉടച്ചു വാർക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഈ ജീവജലത്തിൻ്റെ ഉറവകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നതുകൊണ്ടാണ്. അതുതന്നെയാണ് ഈശോ ആ അന്ധനായ വ്യക്തിയോട് പറയുന്ന പോലെ, നീ പോയി സിലോഹ എന്ന അർത്ഥമുള്ള, അയക്കപ്പെട്ടവനർത്ഥമുള്ള കുളത്തിൽ പോയി നീ കഴുകി തിരിച്ചു വരിക. അവൻ പൂർവാധികം കാഴ്ചയുള്ളവനായിട്ട് തിരിച്ചു വന്നു. അതെ, ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ആ ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടുന്ന സ്ഥലമാണ്. ലൂർദിലെ പ്രത്യക്ഷീകരണം ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ആ മകളോടും പറയുന്നുണ്ട്, അവിടെ കുഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ഉറവകൾ, അത്
ജീവജലത്തിൻ്റെ ഉറവകളാണ്. അതായത് ക്രിസ്തുവാകുന്ന ആ യഥാർത്ഥ നീരുറവയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും. പരിശുദ്ധ അമ്മയ്ക്ക് ആഴമായ ഭക്തിയും ബഹുമാനവും ഒക്കെ ഒരു വ്യക്തി, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തി നൽകുന്നതിലൂടെ ക്രിസ്തുവാകുന്ന ആ ഒരു ജീവജലത്തിലേക്കാണ് ഓരോ മക്കളും നയിക്കപ്പെടുക. അതെ, അവിടുത്തെ ആ തിരുഹൃദയത്തിലേക്കാണ് ഓരോ പ്രാർത്ഥനകളും മരിയൻ വണക്കങ്ങളും എത്തിപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതരാണ്. ഈ സാക്ഷ്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ഈ ഒരു ഒറ്റ വചനം, സുഭാഷിതങ്ങൾ 4:23. അതെ, നിന്റെ ഹൃദയത്തെ നീ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. ഒരുപാട് പാപ സാഹചര്യങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ അകപ്പെടുത്താൻ നോക്കി നിൽക്കുന്ന ഒരുപാട് സർപ്പങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഒരു ക്രിസ്തുവിനെ അറിയുന്ന മക്കൾ സ്വീകരിക്കേണ്ട ഒരു ജീവിത നിലപാടുണ്ട്. അത് നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഈശോ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതെ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം എന്നുകൂടിയാണ്. ശത്രുവിനെ ദ്വേഷിക്കാതെ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈശോ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന വലിയൊരു വചനത്തിൻ്റെ പാത എന്നുള്ളത് അതെ നിങ്ങളും എന്നെ പോലെ ആയിരിക്കണമെന്നുള്ളതാണ്. സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരോടും കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവരെന്നെ നിന്നെ ദ്വേഷിക്കുന്നവരുടെ ആ ഒരു പതനത്തിൽ നീ സന്തോഷിക്കരുത്. അതെ, അവരും ഒരു മാനസാന്തരത്തിൻ്റെ ഒരു പുതു സൃഷ്ടിയാക്കി വരാനുള്ള ഒരു വലിയ ആഗ്രഹം നീ ദൈവപിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. അങ്ങനെയാണ് നമ്മളും ആ ഈശോയുടെ മനസ്സുള്ള ദൈവപിതാവിൻ്റെ മനസ്സുള്ള മക്കളായിട്ട് വളരുന്നത്. അതാണ് ഈ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിങ്ങൾ വരുമ്പോൾ ആർജിച്ചെടുക്കേണ്ട ആ ഒരു വലിയ കഴിവ് എന്നുള്ളത്. ഈ മകളുടെ പ്രത്യേകത അത് തന്നെയാണ്. ദൈവത്തിന് ഈ മകള് 1-ാം സ്ഥാനം കൊടുക്കുന്നു. ഈ മകള് സാക്ഷി അവസാനിപ്പിക്കും ഇപ്രകാരം പറയുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാ സൺഡേയിലും ഇംഗ്ലീഷ് മാസ് ഉണ്ട്. ഞാൻ സൺഡേയിൽ ഡ്യൂട്ടി എടുക്കത്തില്ല. സൺഡേ ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്താൽ ഡബിൾ പേയ്മെൻ്റ് ആണ്. എനിക്ക് ഡബിൾ പേയ്മെൻറ്റ് വേണ്ട. എനിക്ക് അന്ന് കുർബാനയ്ക്ക് പോയാൽ മതി. ഞാൻ കുർബാനയ്ക്കാണ് പോകാൻ പ്രിഫർ ചെയ്യുന്നതും. അന്ന് ജോലി ചെയ്യാറില്ല മാക്സിമം. പിന്നെ വല്ല സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വരുവാണെങ്കിൽ രാവിലെ പോകുന്നു. 3 കുർബാനയുണ്ട്. പക്ഷേ എന്നാലും ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുള്ള ജോലി മതി എനിക്ക്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രേക്ഷിത പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം വിശ്വസ്താപൂർവം, അതായത് ഒരു ഫിസിക്കൽ ഉടമ്പടി തലത്തിലേക്ക് ഈ മകൾ വന്നപ്പോഴാണ് ഈ വലിയ ഉയർച്ച, അതുമല്ലെങ്കിൽ മരിയൻ എയർലിഫ്റ്റ് ഈ മകൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അതെ, നമ്മൾ ഈ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ശുശ്രൂഷയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, സുഭാഷിതങ്ങൾ 4:23, അതായത് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സംരക്ഷിക്കുക. കത്തോലിക്കലായിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചകൾ കുമ്പസാരം നടത്തി നാവിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാതെയും കുറ്റം കേൾക്കാതെയും പറ്റുന്ന സഹായങ്ങൾ, നിങ്ങളാൽ ആകുന്ന സഹായങ്ങൾ അത് ചെയ്യാവുന്ന മക്കൾക്ക് അത് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഈശോയെ 4 ആളോട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച്, സത്യമായി നടന്ന ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് കാണുന്ന മക്കളോടെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് നിങ്ങളൊരു ഫിസിക്കൽ ഉടമ്പടി തലത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ ഏതു നിമിഷവും ഉടമ്പടിയിലാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള മരിയൻ എയർലിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. ഉൽപ്പത്തി 17:1 അബ്രഹത്തോട് ഈ ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, വിശുദ്ധിയോടെ വ്യാപരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ കൃപാസനത്തിലൂടെ 2012 ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഒരുപാട് ആധ്യാത്മിക ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ അച്ഛൻ എപ്പോഴും നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ചില സമയത്ത് ഞാൻ പെരുമാറാതെ വരുമ്പോൾ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ജോമോളെ നീ ഒരു കാട്ടുമുന്തിരിയായിരുന്നു, നിന്നെ ദൈവം വിശിഷ്യ ഉള്ള മുന്തിരിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടു നനച്ച് വളർത്തി, എൻ്റെ തണലിൽ ഇത്രയേറെ ഉപദേശങ്ങൾ നിനക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ ദൈവം ഇത് പൊറുക്കത്തില്ല എന്ന് പറയും പോലെയാണ് മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ സ്വന്തമാക്കി. അതെ, യാതൊരു യോഗ്യതയും നോക്കാതെ ഈ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ജീവജലം പുറപ്പെടുന്ന വരെ ഇടമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തിലേക്ക് നമ്മളെ ദൈവം നേരിട്ട് കൂട്ടിക്കൊണ്ടുവന്ന്
ഉടമ്പടി എടുപ്പിച്ച് ദൈവം ചേർത്ത് നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഴയ ജീവിത മാർഗങ്ങളിലേക്ക് തിരിച്ചു പോകരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഒരുപാട് മക്കൾ ഇതേപോലെ ഇവിടെ നിന്ന് വലിയ സാക്ഷ്യങ്ങളും കയ്യടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയവർ, പ്രത്യേകിച്ച് യുവജനതയൊക്കെ പുറത്ത് ചെല്ലുമ്പോൾ അവർ ഏത് ജീവിതമാണ് നയിക്കണമെന്ന് അത് അവർക്ക് മാത്രം അറിയാവുന്നതാണ്. എന്നെ കേൾക്കുന്ന മക്കൾ, ഈ ലിവിങ് ഓറക്കിൾസ് എപ്പിസോഡ് കേൾക്കുന്നവർ ഇത്തരത്തിൽ ഉടമ്പടി മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫിസിക്കൽ ഉടമ്പടി തലത്തിലേക്ക് തിരിച്ചു വരണം. ഇനി ഇതേപോലെ കരിയർ തകർന്നും ഓരോരോ ജീവിത വിഷയങ്ങളിൽ ഇതേപോലെ വിഷമിച്ചും കഴിയുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യണം. നിയോഗങ്ങളെ ലക്ഷ്യം വെക്കാതെ ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ ഉടമ്പടിയിലേക്ക്, എപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക്, കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു തലത്തിലേക്ക് നിങ്ങൾ വളരണം. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ ഈ ടോണിക്ക് കിട്ടിയ ഒരു സമയച്ചുരുക്ക ദൈവാനുഭവം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും സ്വന്തമാക്കാൻ പറ്റും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഈ മകളുടെ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ ഞങ്ങളോട് സംസാരിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും അതെ ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന്, കൃപാസനൊരു ധ്യാന കേന്ദ്രമല്ല, ഇത് പരിശുദ്ധ അമ്മ ജീവിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ജീവജലമായ ക്രിസ്തുവിലേക്ക് ഓരോ മക്കളെയും വലിച്ചടിപ്പിക്കുന്ന വലിയൊരു സന്നിധാനമാണെന്നുള്ളൊരു അവബോധം ഞങ്ങൾക്ക് ഓരോ നിമിഷവും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം യാതൊരു അടയാളങ്ങൾ കാണാത്തപ്പോഴും ടോണിയെ പോലെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്, ജപമാല കയ്യിലെടുത്തുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുവാൻ, ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ഓരോരോ സീലോഹ കുളമാണെന്നുള്ള വലിയ അവബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കാഴ്ച ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും കാണാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈശോയെ, ഒരുപാട് മക്കൾ വിദേശ രാജ്യങ്ങൾ അകപ്പെട്ടു പോയ ഒരുപാട് മക്കളുണ്ട്. അവരുടെ അറിവില്ലായ്മ മൂലം ഉടമ്പടി ഉഴപ്പിയുമൊക്കെ അനുഗ്രഹങ്ങൾ താമസിപ്പിച്ചു. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഉടമ്പടിയുടെ അറിവില്ലായ്മ മൂലം, ഉടമ്പടി ധ്യാനങ്ങൾ കൂടാത്തത് മൂലമൊക്കെ ഒരുപാട് മക്കളാണ് ഇങ്ങനെ അനുഗ്രഹങ്ങൾ താമസിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് ദൈവസ്നേഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക കാര്യങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ സമയം കണ്ടെത്തി മുന്നേറുവാൻ, ഒരു ഫിസിക്കൽ ഉടമ്പടിയിലേക്ക് വരുവാൻ അവരെ പ്രത്യേകമായിട്ട് നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമില്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും